വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പകൽ ദിനം കൂടെ നൽകിയ ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിൽ നല്ലൊരു ബുധനാഴ്ച പകൽ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്. സർവശക്തിയുള്ള സർവകൃപാലുവായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രഭാതം കൂടെ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരെയും കർത്താവ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ അല്പനിമിഷം ചിന്തയ്ക്കായി സ്തോത്രം. സങ്കീർത്തനങ്ങൾ 27 അതിൻ്റെ ആമേൻ 10-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 27 അതിൻ്റെ 10. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നമുക്കറിയാം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 27-ാമത്തെ സങ്കീർത്തനം. 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ആമേൻ ദാവീദ് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നതാണ് ഓരോ വാക്യങ്ങളും. ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകൾ അടങ്ങപ്പെട്ട അർത്ഥവൃത്തായ വാക്കുകൾ അടങ്ങിയ കണ്ണുനീരിൽ കുതിർന്ന ആമേൻ തൻ്റെ തൂലിക ചലിപ്പിക്കുമ്പോൾ താൻ പറയുന്നൊരു പദം ഇതാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ദൈവ കുഞ്ഞെ, എല്ലാവരും നമ്മെ ഉപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നമ്മെ മാറ്റി നിർത്തും, ഉറപ്പാണ്. ആമേൻ. ദാവീദിനെ തന്നെ നമ്മൾ ചിന്തിക്കാം. ദാവീദിൻ്റെ ജീവിതത്തിൽ പറയത്തക്ക ഒരു രേഖ പോലുമില്ലാത്ത ദാവീദ് അപ്പനേൽപ്പിച്ച ആടുകളുമായി വനാന്തരങ്ങളിലായിരിക്കുന്ന ദാവീദ്. ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ആധികാരികമായ ഗവൺമെൻറ്റുപരമായ ഒരു രേഖകളും തനിക്ക് ലഭിക്കാതെ, ആമേൻ ഒരു ആദരവും ലഭിക്കാതെ സ്തോത്രം വനാന്തരങ്ങളിലായിരിക്കുന്ന ദാവീദിനെ ആമേൻ നമുക്കെല്ലാവർക്കും അറിയാം. ധൈര്യമുള്ളവരായ ദാവീദ്, ആമേൻ ജയശാലിയായ ദാവീദ്. ഈ ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. സ്തോത്രം. ദൈവവേദനയിലെ ഡിഗ്രി നോക്കിയല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ആമേൻ. ഡിഗ്രി നോക്കിയല്ല ദൈവം നമ്മെ മാനിക്കുന്നത്. എന്നാൽ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് ഡിഗ്രി വേണം. അതിലുപരി ദൈവവും ആമേൻ വ്യക്തിയും തമ്മിലുള്ള ബന്ധം, ഒരു അഭേദ്യ ബന്ധം ദാവീദിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വനാന്തരങ്ങളിലായിരിക്കുമ്പോഴും
ആടുകളുമായി താനായിരിക്കുമ്പോൾ സ്തോത്രം, അവൻ പാടുവാൻ മറന്നുപോയിട്ടില്ല, കിന്നരം വായിക്കാൻ മറന്നുപോയിട്ടില്ല. ഏത് സമയത്തും ദൈവത്തെ ഉയർത്തുവാൻ ദാവീദ് ആമേൻ മടിച്ചിരുന്നില്ല. സ്തോത്രം, ആമേൻ. ഇന്ന് പലരും മടിച്ചിരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ മടിയുള്ളവരുണ്ട്, പാട്ടുപാടാൻ അറിയത്തില്ല എന്ന് പറയുന്നവരുണ്ട്, ആമേൻ. ബൈബിൾ വായിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവരുണ്ട്, പ്രസംഗിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവരുണ്ട്, സാക്ഷ്യം പറയാനും അറിയത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഈ ബുധനാഴ്ച രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ആമേൻ എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഇതാണ് ഒരു ഭക്തൻ്റെ ജീവിതം. സ്തോത്രം, ദൈവവും ഒരു വ്യക്തിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. ആമേൻ. ആർക്കും തകർക്കാൻ പറ്റാത്തൊരു ബന്ധം ദാവീദ് സ്ഥാപിച്ചെടുത്തു. സ്തോത്രം, ഇതൊന്നും ദാവീദിന് ആമേൻ ഡിഗ്രിയോ മറ്റൊന്നും നേടിയതല്ല ദാവീദ് എടുത്തത്. ദാവീദും ദൈവവും ആയിട്ടൊരു ഭയങ്കര ഒരു ബന്ധം. ദൈവകുഞ്ഞെ, ഇന്ന് പകൽ നീയും നിന്ന ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ വാക്യത്തിനകത്ത്, ഈ വചനത്തിനകത്ത് നിൽക്കാൻ കഴിയൂ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിങ്ങൾ എവിടെയെല്ലാം അഭിഷത്തയെ നിങ്ങൾ ഏതെല്ലാം ഭാഗത്ത് ആമേൻ എന്നെക്കൊണ്ട് പറ്റില്ല കർത്താവേ, എന്നെക്കൊണ്ട് പറ്റില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നുവോ അവിടെയെല്ലാം നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം അകന്നു മാറുകയാണ്. സ്തോത്രം. ഒന്ന്, വചനം ശുശ്രൂഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വ്യക്തിയും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. 2, ദൈവത്തിനായിട്ട് പാടുവാൻ കഴിയില്ല എന്ന് പറയുന്ന വ്യക്തിയും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. 3, പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന വ്യക്തിയും ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ എന്തോ ദൈവാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നു, അങ്ങനെ പറയാൻ പറയുന്നു. ഈ പ്രഭാതത്തിൽ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എത്ര പേരിന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കുന്നു? ഉറച്ചു പറയാൻ പറ്റുമോ എനിക്ക് ഭയമില്ല എന്ന്? നിങ്ങളെ ആമേൻ ഭരിക്കുന്നത് ഭയമാണ്. ഈ ഭയമാണ് ആമേൻ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്തത്, പാടുവാൻ കഴിയാത്തത്, പ്രാർത്ഥിക്കാൻ കഴിയാത്തത്, ബൈബിൾ വായിക്കാൻ കഴിയാത്തത്. ഇതെല്ലാം ഈ ഭയമാണ്. അതാ ദാവീദ് പറയുന്നത്, ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഇതാണ് ഒരു അഭിഷക്തൻ്റെ ആമേൻ ഒരു തീരുമാനം, ഉറച്ചൊരു പ്രതിഷ്ഠ. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ആമേൻ. ഭയമില്ലാത്തവൻ. കാരണം യുദ്ധം ചെയ്യാൻ ദൈവമുണ്ടല്ലോ. ഇന്ന് പകലിൽ യുദ്ധത്തിന് ആമേൻ സ്തോത്രം ആമേൻ നേരിട്ടാലും അല്ലെങ്കിൽ അതിൻ്റെതായ നില ഒരുങ്ങി വന്നാലും എനിക്ക് ഒരു പേടിയില്ല. സ്തോത്രം. കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ദാവീദ് തന്നെ പറയുകയാണ്, 5-ാം വാക്യം: അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. യുദ്ധം നേരിട്ടാലും കുഴപ്പമില്ല. പിന്നെ ദൈവം എന്ത് ചെയ്തറിയാമോ? ആ ദിവസത്തിൽ ദൈവം എന്നെ ഒളിപ്പിക്കും. ആമേൻ. 2, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. 3, പാറമേൽ എന്നെ ഉയർത്തും. ഇത് ഒരു ആത്മീകൻ്റെ ദർശനമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ആത്മീകൻ്റെ ദർശനം. കാരണം വേദപുസ്തകത്തിനകത്ത് ഇത്ര ശത്രുക്കളുള്ള വേറെ ആരും ഇതിനകത്തില്ല, ഈ പുസ്തകത്തിലില്ല. ദാവീദ് അനുഭവിച്ച ശത്രുക്കളുടെ ആമേൻ അതിശക്തമായ പ്രതികൂലം വേറൊരു ഭക്തന്മാർക്കും അധികമില്ല. പക്ഷേ ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ഈ ബുധനാഴ്ച ആരുടെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതാണ് ദാവീദ് പറഞ്ഞത്, യഹോവേ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. അപ്പോൾ എന്താണ് ദാവീദ് പറയുന്നത്? ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ. ഇന്ന് ആരാ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഇന്ന് ആരാണ് ഉറക്കെ പ്രസംഗിക്കുന്നത്? ആരാണ് ആത്മാവിൽ പ്രസംഗിക്കുന്നത്?
ആരാണ് ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീണ് കരയുന്നത്? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഈ പകൽ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിനോട് ആരാണ് പ്രാർത്ഥിക്കുന്നത്? ആമേൻ. അതാ ഇവിടെ പറയും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. ഇത് പറയുക, കർത്താവേ, എൻ്റെ അപ്പനും അമ്മയും എന്നെ തിരിയുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. അല്ലാതെ ആമേൻ, സ്തോത്രം, എനിക്കാരുമില്ല എന്നല്ല ദാവീദ് പറഞ്ഞ്. എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ദൂത്, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. ആ ഒരു ധൈര്യമുണ്ടോ? ആമേൻ. ദൈവകുഞ്ഞെ, നമ്മളെ ആരെല്ലാം ഉപേക്ഷിച്ചല്ലേ? നമ്മെ ആരെല്ലാം ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ജന്മം കൊടുത്ത മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചില്ലേ? അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിതാവേ, നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാവേ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന പലപ്പോഴും പറയാറില്ലേ ഹൃദയത്തിൽ, ഇങ്ങനൊരു മക്കളെ പ്രസവിക്കേണ്ടായിരുന്നു എന്ന്? സ്തോത്രം. ഹല്ലേലൂയ. ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ, അതെ ആമേൻ, ദൈവഭക്തി നിങ്ങളോടാണ് ദൈവാത്മാവ് പറയുന്നത്. അത്രമേൽ നിങ്ങൾ വേദന അനുഭവിച്ചില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒറ്റപ്പെട്ടില്ലേ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഭാരപ്പെടണ്ട. ആരെല്ലാം വെറുത്താലും, ആരെല്ലാം നിങ്ങളെ മാറ്റി നിർത്തിയാലും ചേർത്ത് പിടിക്കുന്നൊരു ദൈവം, ചേർത്ത് പിടിക്കുന്നൊരു ഇമ്മാനുവേൽ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആമേൻ. ആരൊക്കെയോ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവമേ, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു, എന്നെ എല്ലാവരും മാറ്റി നിർത്തി. ഉടബലരഗത ശംഭവ രാജകാകര രാജ ശംഭ എരികരക്കനാദി, എന്നെ എല്ലാവരും വെറുത്തു. പേടിക്കണ്ട കേട്ടോ, യേശു കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ മാനിക്കണം. ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ പൊതിയണമേ കർത്താവേ. ഏതെല്ലാം രാജ്യത്തിരുന്ന് കേൾക്കുന്നുവോ അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ. ആരും നശിച്ചു പോകാതെ വചനം കേട്ട്, ദൂതുകൾ കേട്ട് സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.